അപ്പോൾ ഇതിനകത്ത് സാങ്ക്യം ഇപ്പോൾ അത് ആദ്യമായിട്ട് കേൾക്കുന്ന വായിച്ചിട്ടുണ്ടാവും. എന്നാലും ഇതിൻ്റെ സാങ്ക്യയുടെ ബേസ് കിടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രകൃതി ഉൽപ്പത്തി ആയി ആദ്യമേ കിടപ്പുണ്ട്, അതുപോലെ തന്നെ കോൺഷ്യസ്നെസ്സും ആദ്യമേ ഉണ്ട്. രണ്ടും ഉണ്ടായതല്ല, ആദ്യമേ ഉള്ളതാണ്. അതാ നേരത്തെ ഞാൻ പറഞ്ഞ പ്രിൻസിപ്പിൾ സാങ്ക്യത്തിൽ അങ്ങനെ തന്നെ വെച്ചിരിക്കാം. കുറേ ഏൻഷ്യൻ ഫിലോസഫിയാണ്. ഒരു 2600 ബുദ്ധന് മുമ്പാണ് ഈ ഫിലോസഫി. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ബുദ്ധൻ ഒരു സാങ്ക്യ മാസ്റ്ററുടെ ശിഷ്യനായിട്ട് ഒരുപാട് കാലം അദ്ദേഹം അന്വേഷിച്ചുകൊണ്ട് നടന്നിരുന്നു. പിന്നെയാണ് അദ്ദേഹം അത് വിട്ടിട്ട് പോയത്. അതുകൊണ്ട് 2400 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഫിലോസഫി പ്രിവാലൻ്റ് ആയിരുന്നു. അന്നത്തെ മോസ്റ്റ് സയൻറ്റിഫിക് ഫിലോസഫി ആയിരുന്നു സാങ്ക്യ എന്ന് പറയുന്നത്. നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ടാണ് ചെയ്തിരിക്കുന്നത്, സയൻറ്റിഫിക് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ആ ഫിലോസഫിയിലാണ് ഈ പ്രകൃതിയും പുരുഷൻ എന്ന് പറഞ്ഞ രണ്ട് ഐഡിയ ആദ്യം കോയിൻ ചെയ്തിട്ടത്. ഈ നമ്മുടെ സോഴ്സ് എന്ന് പറയുന്ന പ്രകൃതിയും പുരുഷൻ എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങളിലാണ് കിടക്കുന്നത്. ആ ബേസ് കുണ്ടലിനി യോഗം എടുത്തിട്ട് അങ്ങോട്ടാണ് പോകുന്നത്. ഈ പ്രകൃതിയെ പുരുഷൻ ലയിപ്പിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. സാങ്ക്യയില്ല, അങ്ങനെ ലയിക്കാൻ ഒക്കത്തില്ല. അങ്ങനെ ഒരു കാര്യം കണ്ടിട്ടേയില്ല. പ്രകൃതി പുരുഷ ലയനം എന്നത് ഒരു ലേറ്റർ തിങ്കിങ് ആണ്. മനുഷ്യൻ്റെ ഫിലോസോഫിക്കൽ തിങ്കിങ്ങിൽ വളരെ ലേറ്റായിട്ട് വന്ന ഒരു ഐഡിയ ആണ്. യോഗത്തിൻ്റെ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട്. അതായത് 2200 വർഷം തുടങ്ങി നമുക്ക് ഈ 1900 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പീരീഡിനകത്ത് എവിടെയാണ് ഇതുണ്ടായെന്നാണ് ജനറലി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നാൽ നമുക്കെല്ലാം 5000 വർഷത്തിന് മുകളിൽ പഴക്കം. നമ്മൾ ഇന്ത്യക്കാർ ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ 5000 വർഷം പഴക്കമുണ്ട്. അത് ആക്ച്വലി ഉണ്ട്. എന്താ വെച്ചാൽ ഇതിൻ്റെ റൂഡിമെൻസ് ഒക്കെ അവിടെ ഈ തിങ്കിങ്ങിൻ്റെ ബേസൊക്കെ അവിടെ കിടപ്പുണ്ട് എന്നുള്ളത് കൊണ്ട് അത്രയും ബാക്കിലോട്ട് നമുക്ക് പോയി വേണമെങ്കിൽ കാണാം. നമ്മളതൊരു പ്രൈഡ് വെച്ചിട്ട് പറയുന്നതാണ്. നമ്മൾ ഈ യോഗ എന്നൊക്കെ പറഞ്ഞാൽ 10,000-5000 വർഷം, നിങ്ങൾ ഇപ്പം ഇന്നലെ തുടങ്ങിയല്ലേ ഉള്ളൂ. അങ്ങനെയാണ് അത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏതായിരുന്നാലും നമ്മൾ സാങ്ക്യയിലോട്ട് കയറുമ്പോൾ ഈ പ്രകൃതി പുരുഷൻ എന്ന് പറഞ്ഞ രണ്ട് ആസ്പെക്റ്റുകളുണ്ട്. അപ്പോൾ പ്രകൃതിയും പുരുഷനും ഇത് വലിയൊരു പോയിന്റാണ്. സാങ്ക്യം നിങ്ങൾ പഠിച്ചപ്പോൾ ഓർമ്മയുണ്ടോ? ഞാൻ സ്പെസിഫിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രകൃതി ആദ്യമേ ഉണ്ട്, പുരുഷനുമുണ്ട്. പുരുഷൻ വെച്ചാൽ കോൺഷ്യസ്നെസ്. പ്രകൃതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് മോഡേൺ ടൈംസിൽ അതിനെ പവർ ഓഫ് അവയർനെസ് എന്ന് വേണമെങ്കിൽ പറയാം. അവയർനെസ്സിൽ നിന്നാണ് ഒന്നിലേക്ക് മാറി മാറി ഈ എവല്യൂഷൻ സംഭവിച്ചു വന്നത്. ഇന്നുണ്ടായി എന്ന് നോക്കിയാൽ മനസ്സിലാക്കിയിട്ട് അത് പോരാൻ തോന്നിച്ചിട്ട് അടുത്ത സ്റ്റെപ്പിലോട്ട് കയറും. അതുകൊണ്ടാണ് അവയർനെസ് എന്ന് പറയുന്നത്. ആ സ്റ്റിമുലേഷൻ ടു ക്രിയേറ്റ് സംതിങ്, അത് ഇതിൽ നിന്ന് ഈ ബേസിൽ നിന്നാണ് ഉണ്ടായി വന്നിരിക്കുന്നത്. അപ്പം സാങ്ക്യയിൽ പറഞ്ഞിരിക്കുന്നത് ഈ പ്രകൃതിയുടെ ഒറിജിൻ എന്ന് പറയുന്ന രണ്ട് പ്രിൻസിപ്പിളുണ്ട്. പ്രകൃതിയുടെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളിൽ നിന്നാണ് ഉണ്ടായിരുന്നത്. പ്രകൃതിയുടെ റൂട്ട് എന്ന് പറഞ്ഞാൽ 3 ക്വാളിറ്റീസാണ്. ഒന്നും അവിടെ മെറ്റീരിയൽ ഒന്നുമില്ല. ആക്ച്വലി മെറ്റീരിയൽ ആയിട്ടൊന്നുമില്ല, ക്വാളിറ്റിയാണ്. അത് ഇറ്റാലിയൻസ് പറയുന്നത് ക്വാളിയ എന്ന് പറയുന്ന സംഭവം. അത് ആ ബേസിക് ഏതോ ക്വാളിറ്റിയിൽ നിന്നാണ് ഈ പ്രകൃതി ഉൽപ്പത്തിയായത്. ക്വാളിറ്റി അവിടെ ഉണ്ട്. ഈ മൂലപ്രകൃതി എന്ന് പറയുന്നത് അന്നേ ഉണ്ട്. അതിൽ നിന്ന് പ്രകൃതി മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പ്രകൃതി മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യം ഉണ്ടായതായി സങ്കല്പിക്കപ്പെടുന്ന ക്വാളിറ്റി എന്ന് പറയുന്നത് സത്വഗുണം. അത് ഉണ്ട്. ആ സത്വ ഗുണം എന്ന് പറയുന്നത് ക്ലാരിറ്റി, ലൈറ്റ്, നോളജ് എന്ന് പറയുന്ന 3 കാര്യങ്ങളാണ്. ക്ലാരിറ്റി, ലൈറ്റ്, നോളജ്. അതിൽ നിന്ന് പിന്നെ ഒരു ഫർദർ എന്തോ നടന്നിട്ട് അതിൽ നിന്ന് മറ്റൊരു ക്വാളിറ്റി ഡെവലപ്പ് ചെയ്തു. അതെന്താണെന്ന് വെച്ചാൽ പാഷൻ ടു മൂവ് ആൻഡ് മൂവ്മെൻ്റ് ആണ്. ഇൻസ്പിറേഷൻ ടു മൂവ് ആൻഡ് മൂവ്മെൻറ്റ്. ആ സാധനം വന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്തോ കാര്യങ്ങൾ ഇവോൾവ് ചെയ്യാൻ തുടങ്ങി. ആ ഉണ്ടായ കാര്യങ്ങൾ തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് ഒരു ഒപ്പെക് സ്റ്റേറ്റ് ഉണ്ടായി. കുറെ കൂടെ ഗ്രാസറായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഉണ്ടായി. ആ രണ്ടാമത്തെ സ്റ്റേജിനെ രാജസിക് ക്വാളിറ്റി എന്ന്, ഈ കുറെ കൂടെ കോമ്പാക്റ്റ് ആയിട്ട് എന്തോ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ അതിനെ താമസിക് ക്വാളിറ്റി എന്ന് പറയും. ഇങ്ങനെയാണ് 3 പാളിയാറിട്ട് അവർ പറഞ്ഞു. സത്വഗുണത്തിൽ നിന്ന് രജോ ഗുണം ഉണ്ടായി, രജോ ഗുണത്തിൽ നിന്ന് തമോ ഗുണമുണ്ടായി. ഈ സത്വഗുണം എന്ന് പറയുന്നതിനകത്ത് ഇത് 3 ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആ ക്വാളിറ്റി ആദ്യമേ ഉണ്ട് എന്ന് പറയും. ഇങ്ങനെ സാങ്ക്യമാണ്. അപ്പോൾ ആ ക്വാളിറ്റിയിൽ നിന്ന് പിന്നെ ഇവോൾവ് ചെയ്തതാണ് എലമെൻറ്റ്സ്. ആദ്യം ഉണ്ടായ എലമെൻറ്റ് ഈതറാണ്. ഈതറിൽ നിന്ന് എയർ ഉണ്ടായി, എയറിൽ നിന്ന് ഫയർ, ഫയറിൽ നിന്ന് വാട്ടർ, വാട്ടറിൽ നിന്ന് ഇങ്ങനെ ഗ്രഡേഷൻ.
എന്നിട്ട് അത് തമ്മിൽ കമ്പൈൻ ഈ ഓരോ എലമെൻറ്റും ഉണ്ടായപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിനെ സെൻസ് ചെയ്യാനായിട്ട് ഒരു സെൻസ് ഓർഗൻ ഉണ്ടായി. ഈതർ ഉണ്ടായപ്പോൾ ഈതറിനെ സെൻസ് ചെയ്യാനായിട്ട് ഒരു സെൻസ് ഓർഗൻ്റെ ആവശ്യം, അല്ലെങ്കിൽ ഒരു സെൻസേഷൻ്റെ ഒരു സെൻസിൻ്റെ ആവശ്യം ഉണ്ടായതുകൊണ്ട് ഈതറിൻ്റെ എവല്യൂഷനോടൊപ്പം തന്നെ ആ സെൻസ് ഉണ്ടായി. അതാണ് സെൻസ് ഓഫ് ഹിയറിംഗ്. പിന്നെ അടുത്ത ക്വാളിറ്റി ഉണ്ടാണ് ഈതർ കഴിഞ്ഞിട്ട് എയർ ആണ്. എയർ ഉണ്ടായത് ഡിറ്റക്ട് ചെയ്യുന്നത് അതിൻ്റെ സെൻസ് ഓഫ് ടച്ച് ഇമ്മീഡിയറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാറ്റിങ്ങനെ അടിക്കുമ്പോൾ നമ്മൾ അറിയുമല്ലോ ഇങ്ങനെ ആക്കിയാൽ. അപ്പോൾ അതുകൊണ്ട് കാറ്റിനെ അല്ലെങ്കിൽ എയർ എന്ന് പറയുന്ന ആ ക്വാളിറ്റിയെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഒരു കറസ്പോണ്ടിങ് സെൻസിൻ്റെ എവല്യൂഷൻ ആവശ്യമായി അന്നത്തെ പ്രകൃതിക്ക് തോന്നിയത് കൊണ്ട് അത് എയർ എന്ന് പറയുന്നത് ഇന്ന് കാണുന്ന എയറൊന്നും അല്ല ഈ പറയുന്നത്. എക്സ്പാൻഷൻ ആൻഡ് മൂവ്മെൻറ്റിലാണ് എയർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ആ ഒന്നുമില്ലാതിരുന്ന അതിനകത്ത് ആ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞ ഐഡിയ കയറി വന്നു. അതിനാണ് എയർ എന്ന് പറയുന്നത്. അതിൻ്റെ ഫലമായിട്ട് അവിടെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായി. ഫസ്റ്റ് മൂവ്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അതിനെയാണ് എയർ എന്ന് പറയുന്നത്. ആ മൂവ്മെൻറ്റിൻ്റെ ബേസിസിൽ അവിടെ മൂവ്മെൻറ്റ് വരുമ്പോൾ അവിടെ ഒരു വൈബ്രേഷൻ ഉണ്ടാവുകയും ആ വൈബ്രേഷനിൽ നിന്ന് ഹീറ്റ് ജനറേറ്റ് ചെയ്യുകയും ആ ഹീറ്റ് ഫയറായിട്ട് മാറുകയും ചെയ്യും എന്നുള്ളത് കൊണ്ട് ഫയർ ആ എയറിൽ നിന്നുണ്ടായി എന്നാണ് ആചാര്യന്മാർ കണ്ടത്. തിങ്ക് ചെയ്ത് കണ്ടുപിടിച്ച് അങ്ങനെ വെച്ചിരിക്കുക എന്ന്. അങ്ങനെ ഫയറുണ്ടായി. ഈ ഫയറിൻ്റെ ഫലമായിട്ട് അവിടെ എന്തോ വൈബ്രേഷനോ അറ്റോമിക് എന്തെങ്കിലുമോ ഒക്കെ ഉണ്ടായി കാണുമായിരിക്കാം. അത് തമ്മിൽ കമ്പൈൻ ചെയ്ത് ഒരു ലിക്വിഡ് സ്റ്റേറ്റ് ഉണ്ടായി. അതിനെ വാട്ടർ എന്ന് പറയും. ഫ്ലൂയിഡ് സ്റ്റേറ്റ് ഉണ്ടായി. അതിനെ വാട്ടർ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് അത് കണ്ടൻസ്ഡ് ആയിട്ട് ഒരു ഖരാവസ്ഥ ഉണ്ടായി. അതിനെ എർത്ത് എന്ന് പറയും. ഇതാണ് എലമെന്റ്. അതായത് ഈ കാണുന്ന ഭൂമിയൊന്നുമല്ല. ആ ക്വാളിറ്റീസ്, ഈ ഡിഫറെൻറ്റ് ക്വാളിറ്റീസ്, ഗ്രഡേഷൻ അങ്ങനെ ഉണ്ടായി ആണ് പ്രകൃതി. പിന്നെ അതിനകത്ത് പിന്നെ കോമ്പിനേഷനും ഒക്കെ നടന്നിട്ട് അതിൻ്റെ ഫലമായിട്ടാണ് ഈ ദൃശ്യപ്രപഞ്ചം ഉണ്ടായത് എന്ന് പറയുന്നു. ഇനി അതിനിടയ്ക്ക് വെച്ച് മറ്റൊരു പ്രോസസ്സ് ഉണ്ടായി. ഈ ഓരോ എലമെൻറ്റും ഉണ്ടായി, 5 എലമെൻറ്റും ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഈ എലമെൻറ്റുകൾ തമ്മിൽ കമ്പൈൻ ചെയ്യാൻ തുടങ്ങി. ആ കമ്പൈൻ ചെയ്ത് ഒരു പർട്ടിക്കുലർ പ്രോഗ്രാം അനുസരിച്ചാണ് കമ്പൈൻ ചെയ്തതെന്നാണ് സാഖ്യം പറയുന്നത്. അത് ആ കോമ്പിനേഷനെയാണ് പഞ്ചീകരണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബുക്കിൽ വായിക്കും. പഞ്ചീകരണം എന്ന് വെച്ചാൽ 5 തരത്തിൽ ഇത് കമ്പൈൻ ചെയ്യും. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഈ ആറ്റാചക്രത്തിനെ പറയുമ്പോൾ ഇത് പറയാതിരിക്കാം. ബൃഹത്തായ ഒരു സാധനം പെട്ടെന്ന് ചുരുക്കി പറയാം. അപ്പോൾ 5 എലമെൻ്റ് ഉണ്ട്. 5 എലമെൻറ്റ് 50-50 ആയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യും. ഹാഫ് അതിൽ ഒരു പാർട്ട് അങ്ങനെ തന്നെ നിന്ന് മറ്റേ പാർട്ട് ഹാഫ് പാർട്ട് 4ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഓരോ പാർട്ടിലും ഒരു ഫുള്ളിൻ്റെ പകുതിയും പിന്നെ 4 ഡിഫറെൻറ്റ് പാർട്സും. എന്നിട്ട് ഇതിൽ ഓരോ 4-1 പാർട്ടും ഈ ആദ്യത്തെ ഒരു എലമെൻറ്റിൻ്റെ 50% എടുത്തിട്ട് ബാക്കി 4 എലമെൻറ്റിൻ്റെ 1/4 കൂടെ ചേർന്നിട്ട് 5 കംപ്ലീറ്റ് ആക്കി. 4 + 1 ആ പാർട്ട് മെയിൻ ആ എലമെൻറ്റിൻ്റെയും ബാക്കിയുള്ള എലമെൻറ്റിൻ്റെ 1/4 വീതം ചേർന്ന് ഒരു ഫുള്ളായിട്ടുള്ള ഒരു ഗ്രാസർ എലമെൻ്റ് ഉണ്ടായി. അപ്പോൾ ഇപ്പം കാണുന്ന ഈതർ എലമെൻ്റ് എന്ന് പറയുന്നതിനകത്ത് ഈ പഞ്ചീകരണം നടന്നതാണ് ഇപ്പം കാണുന്ന ആകാശം. സാങ്കി പറയും. അങ്ങനെ ഈ ആകാശം കഴിഞ്ഞിട്ട് അതിൽ നിന്ന് എയർ ഉണ്ടായപ്പോൾ ഹാഫ് ഓഫ് ദ എയർ എടുത്തിട്ട് അതിൻ്റെ കൂടെ 1/4 ഓഫ് ദ ഈതർ, 1/4 ഓഫ് ദ ഫയർ, 1/4 ഓഫ് ദ വാട്ടർ, 1/4 ഓഫ് ദ എർത്ത് ചേർന്നിട്ട് പഞ്ചീകരിക്കുന്നതിനാണ് പഞ്ചീകരണം എന്ന് പറയുന്നത്. ഇങ്ങനെ കമ്പൈൻ ചെയ്യുന്നതിന് പഞ്ചീകരണം എന്നാണ് അവർ പറയുന്നത്. ആ പഞ്ചീകരിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രാസർ എയർ ഉണ്ടായി. ഗ്രാസിഫിക്കേഷൻ സംഭവിച്ചത് ഇങ്ങനെയാണ്. അല്ലെങ്കിൽ സപ്റ്റിലായിട്ട് തന്നെ ക്വാളിറ്റി ആയിട്ട് കിടക്കുകയായിരുന്നു. എന്നിട്ട് ഫയർ വന്നപ്പോൾ 50% ഫയറും എടുത്തു, 1/4 ഓഫ് ദ ഈതർ എടുത്തു, 1/4 ഓഫ് ദ എയർ എടുത്തു, 1/4 ഓഫ് വാട്ടറും 1/4 ഓഫ് എർത്തും എടുത്തിട്ട് 5 മാർക്കുമായി. അങ്ങനെ ഗ്രാസർ ഫയർ ഉണ്ടായി. ഗ്രാസർ വാട്ടർ 50% വാട്ടറും 4-1 വീതം എല്ലാത്തിൽ നിന്ന് എടുത്തിട്ട് അങ്ങനെ അത് വാട്ടർ ഉണ്ടായി. പിന്നെ 1/4 ഹാഫ് ഓഫ് ദി എർത്തും ബാക്കി 1/4 ഓഫ് ദി അതർ എലമെൻറ്റും കമ്പൈൻ ചെയ്തിട്ട് ഗ്രാസർ എർത്ത് ഉണ്ടായി. അപ്പോൾ എല്ലാ എലമെൻറ്റിനകത്തും ഇപ്പം കാണുന്ന എല്ലാ എലമെൻറ്റിനകത്തും എല്ലാ അതർ എലമെൻറ്റും ഉണ്ട്. അതുകൊണ്ടാണ് എർത്ത് ചൂടാക്കുകയാണെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് പോകും. ഫർദറായിട്ട് ചൂടാക്കിയാൽ റെഡ് വാട്ടർ ആവും. അതിനെ ഫർദറായിട്ട് ചൂടാക്കിയാൽ ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് പോകും. അതിനെ ഫർദറായിട്ട് ഹൈ പ്രഷർ ഹീറ്റ് കൊടുത്താൽ ന്യൂക്ലിയർ ഡിവിഷൻ സംഭവിക്കും. ഇതിങ്ങനെയൊക്കെ അവർ കണ്ടിരിക്കും. വേറെ ഒന്നും ടൂളൊന്നും വെച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെ സ്പെക്കുലേറ്റ് ചെയ്തൊക്കെ ഇങ്ങനെ വെച്ചു. ഇങ്ങനെയാണെന്ന് പറഞ്ഞു.
വലിയ തിങ്കിങ്ങാണ്. അതുകൊണ്ടാണ് ഈ സാഖ്യം നമുക്ക് തള്ളി പറയാൻ പറ്റാതിരിക്കുന്നത്. ഈ സാഖ്യമാണ് നമ്മുടെ ആയുർവേദത്തിൻ്റെ ബേസ്. ഈ സാഖ്യമാണ് നമ്മുടെ ബാക്കിയുള്ള എല്ലാ ശാസ്ത്രത്തിൻ്റെയും ബേസ്. ഇന്ത്യൻ ശാസ്ത്രങ്ങളുടെ ബേസ് സാഖ്യമാണ്. അതുകൊണ്ടാണ് സാഖ്യ ആചാര്യനെ നമ്മൾ എന്നും പോയിട്ട് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്, കവലമഹർഷി. അപ്പോൾ അദ്ദേഹമാണ് ഈ ബേസ് പാർട്ട് ഇട്ടത്. പിന്നെ അത് ഡിഫൈൻ ചെയ്തൊക്കെ പിന്നെ മാറി മാറി ഫിലോസഫികൾ മാറി മാറി വന്നു. സാഖ്യം കഴിഞ്ഞ് യോഗം വന്നു. യോഗം കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അദ്വൈതം വന്നു. പിന്നെ വിശിഷ്ടാദ്വൈതം വന്നു. അതിനു മുമ്പേ ന്യായം വൈശേഷികം എന്ന് പറഞ്ഞാൽ ആദ്യം ഡിഫറെൻറ്റ് ഫിലോസഫീസ് ഉണ്ടായി. അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസ്. ഈ ബേസ് വെച്ചിട്ടാണ് നമുക്ക് ഈ ആജ്ഞാചക്രത്തിന് നോക്കാൻ പറ്റും.